ഹലോ എവരിവൺ, ആഷാന വ്ളോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പം ഇതൊരു ഈവനിങ് ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് നടക്കാൻ പോവാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പം ക്ലൈമറ്റ് വൈസ് ഇന്ന് അത്ര സണ്ണി ഡേ ഒന്നും അല്ല, എന്നാൽ പോലും ആബറിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഏത് ക്ലൈമറ്റ് ആയാലും കാഴ്ചകൾക്ക് വലിയ മാറ്റമൊന്നുമില്ല, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് വാക്കും ഞങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നല്ല പച്ചപ്പും താഴ്വാരവും ഒക്കെ ഉള്ളൊരു മലയോരമാണ് വെയിൽസ്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെ നമ്മൾ ട്രക്കിങ് എങ്ങനെ ചെയ്യും, അത് തന്നെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. റോഡാണ് ഭയങ്കര ഡേഞ്ചറസ്, കുറച്ച് ഡേഞ്ചറസ് ആണ് ഇവിടുത്തെ റോഡ്. എന്നാൽ പോലും ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ നമ്മൾ ഭയങ്കര പൊളൈറ്റായിരിക്കും. ഇപ്പം നമ്മൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര പൊളൈറ്റായിട്ട് നമ്മളിന്ന് മാക്സിമം മാറിയായിരിക്കും ഒരു വണ്ടിയൊക്കെ എടുക്കുന്നത്. നമ്മൾ ക്യാമറന്ന് തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. സാധാരണ നാട്ടിൽ നമ്മൾ ഈ കോട്ടയം സൈഡ് പോകുമ്പോഴാണ് രണ്ട് സൈഡ് കാടിന് നടുവിലൊരു റോഡും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴും കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് നാടിൻ്റെ തന്നെ ഒരു ഫീലാണ് ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. നിങ്ങൾക്ക് ഇത് കാണുമ്പം ചിലവർക്കെങ്കിലും പണ്ടത്തെ ഒരു മെമ്മറി, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ കളിക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. ഈ ഒരു ചെടിയുണ്ട്. ഓക്കെ, ഇത്ര നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ കുറച്ചുകൂടി ഞാൻ ഷോർട്ടാക്കാണ്. പതുക്കി ഇതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഒന്ന് അമുക്കി കഴിയുമ്പോൾ അടുത്ത് നമുക്ക് നോക്കാം എത്ര പ്രിന്റ് വന്ന് കാണുന്നു. ഇതിൻ്റെ നമുക്കിവിടെ കുറച്ച് ബ്ലൂബെറീസ് വഴികളിലൊക്കെ നിൽക്കുന്നത് ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് നമുക്കിവിടെ ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടൊക്കെ ഉള്ളൂ. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞു സാധനമാണ്, നല്ല മുള്ളുള്ള ചെടിയാണ്. അപ്പം ഇത് ഇവിടുത്തെ ബ്ലൂബെറിയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്, കഴിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഭയങ്കര സ്വീറ്റാണിത്, ഭയങ്കര സ്വീറ്റാണ്. ഞാൻ കുറച്ച് ആശനും കൊടുക്കാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മൾ എത്തേണ്ട ഒരു പാതി ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ കാണുന്ന കുറച്ച് കാരവാൻ സ്റ്റേയിൻ്റെ കാഴ്ചകളാണ് ഈ ഇപ്പം നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നിൽക്കുന്ന ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു ഹില്ലിലേക്ക് എത്തേണ്ട ഒരു സ്ഥലത്താണ്. അപ്പം നമ്മൾ കുറച്ച് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് ലോ ആയിട്ടാണ് ഈ കാരവാൻ സ്റ്റേസ് ഒക്കെ വരുന്നത്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടെ ആബറിൽ വെക്കേഷന് വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഇതിപ്പം കാരവാൻ്റെ പിന്നിലുള്ള കുറച്ച് കുന്നുകളും ആ ഒരു പച്ചപ്പൊക്കെ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും. അപ്പം ഇനി കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിയുമ്പോഴൊക്കെ കൂടുതൽ നല്ല ഭംഗിയിൽ കാരവാൻ സ്റ്റേ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കാരവാൻ പാർക്ക് എപ്പോഴും സമ്മർ ടൈമിൽ ഫുള്ളി ബിസിയാണ്. അതായത് ബുക്കിങ്സ് ഒന്നും നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് സീസൺ മാറി ഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്രൗഡൊന്നും ഇല്ല. ക്ലാരാക്ക് ബീച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പീക്ക് പോയിന്റിലേക്ക് നടന്ന് കയറുകയാണ്. കാണുമ്പോൾ നമുക്ക് അധികം സ്റ്റീപ്പ് അല്ല എന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ഞങ്ങൾ ഔട്ട് ഓഫ് ബ്രത്തായി പോയി 1-2 സ്ഥലത്തൊക്കെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ആ പീക്ക് പോയിന്റ്. ഇവിടുന്ന് ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളിത് സമ്മർ ടൈമിൽ പോയിട്ടുണ്ട്. വാട്ടർ നല്ല ക്ലിയർ ബ്ലൂ വാട്ടറാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി, ചിലപ്പോൾ ഒരു ക്യാമറയ്ക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരു ഭംഗിയാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും വെള്ളത്തിലുണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ഫൈനലി നമ്മൾ കോൺസ്റ്റേ ഹില്ലിലാണിപ്പോൾ. കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു, കിതക്കുന്നുണ്ട്, ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പം ഇതാണ് കോൺസ്റ്റേ ഹില്ല്. നമുക്കിവിടെ നല്ല ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റെയിൽ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രിട്ടനിലെ തന്നെ ലോങ്ഗസ്റ്റ് ക്ലിഫ് റെയിൽ സിസ്റ്റം ആണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും റെയിൽ സർവീസ് ഉണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. സമ്മേഴ്സിൽ മാത്രമേ ഈ സർവീസ് ഉള്ളതായിട്ടാണ് ഞങ്ങളുടെ അറിവ്. അങ്ങനെ 2 hours നീണ്ട ലോങ് വാക്ക് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ടൗണിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. വരുന്ന വഴിക്ക് ഞങ്ങളൊരു പട്ടിക്കുട്ടിനെ കണ്ടു. താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ടൗണിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വ്യൂ ആണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്.
ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു ക്ലാരക് ബീച്ച് ത്രൂ കോൺസ്റ്റേ ഹിൽ, ദെൻ ഫ്രം കോൺസ്റ്റേ ഹിൽ ടു ആബർട്ട് ടൗൺ. ആൻഡ് ഫൈനലി നമ്മൾ ടൗണിലേക്ക് എത്തി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഫ്രഷ് ആവണം. താങ്ക് യു സോ മച്ച്. Please do support, subscribe, like, share and comment to our channel. Bye bye.